Hi students, let us start our class. Today our first question is, if 6 raised to 10 is computed, what would be the digit in ones place? 6 raised to 10, അതായത് 6ന്റെ 10th പവർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കണ്ടെത്തുകയാണെങ്കിൽ what would be the digit in ones place? അതിൻ്റെ ones പ്ലേസിലെ ഡിജിറ്റ് എന്തായിരിക്കും? 6 raised to n നമ്മൾ കണ്ടെത്തിയാൽ അല്ലെങ്കിൽ 6 raised to 10ന്റെ വാല്യൂ നമ്മൾ എഴുതുകയാണെങ്കിൽ അതിലെ ലാസ്റ്റ് ഡിജിറ്റ് അല്ലെങ്കിൽ വൺസ് പ്ലേസിലെ ഡിജിറ്റ് എന്താവുന്നതാണ് ക്വസ്റ്റ്യൻ. 6 raised to 10. ഫസ്റ്റ് നമുക്ക് ജസ്റ്റ് 10ന്റെ പവേഴ്സ് ഒന്ന് എഴുതി നോക്കാം. 10 raised to 1 is 10. The next 10 square, it is 100. Then 10 cube, 1000. 10 raised to 4, 10,000. Okay, and so on. ഇവിടെ ശ്രദ്ധിക്കുക, 10ന്റെ എല്ലാ പവേഴ്സും ഏത് ഡിജിറ്റിലാണ് അവസാനിക്കുന്നത്? 0യിൽ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? The last digit of every power of 10 is 0. 10ന്റെ ഏത് പവർ എടുത്താലും അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. നെക്സ്റ്റ്, വാട്ട് അബൌട്ട് 5? 5ന്റെ പവേഴ്സ് എടുത്താൽ അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്താ വരിക? അല്ലെങ്കിൽ വൺസ് പ്ലേസിലെ ഡിജിറ്റ് 5 raised to 1 is 5. 5ന്റെ ഫസ്റ്റ് പവർ എന്താണ്? 5. നെക്സ്റ്റ് 5 square, 25. Then 5 raised to 3, 125. 5 raised to 4, 625. അപ്പോൾ 5ന്റെ പവേഴ്സ് എന്തിലാണ് അവസാനിക്കുന്നത്? 5ൽ. അല്ലെങ്കിൽ ദ ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് എവറി പവർ ഓഫ് അല്ലെങ്കിൽ എവറി പവേഴ്സ് ഓഫ് 5 ഈസ് എന്താണ്? 5 അല്ലേ? 5ന്റെ എല്ലാ പവേഴ്സിൻ്റെയും ലാസ്റ്റ് ഡിജിറ്റ് എന്ത് തന്നെയാണ്? 5 ആണ്. 10ന്റെ എല്ലാ പവേഴ്സിലും ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്? 0. 5ന്റെ പവേഴ്സിൽ അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് അല്ലെങ്കിൽ വൺസ് പ്ലേസിലെ ഡിജിറ്റ് എന്താ വന്നത്? 5. ഇനി ഈ പ്രോപ്പർട്ടി വരുന്ന വേറെ വല്ല നമ്പേഴ്സും ഉണ്ടോ? ക്യാൻ യു സേ? ഇപ്പോൾ 10ഉം 5ഉം നമ്മൾ നോക്കിയിട്ടുണ്ട്. 10ന്റെ പവേഴ്സ് 0യിൽ അവസാനിക്കുന്നുണ്ട്, 5ന്റെ പവേഴ്സ് 5ൽ അവസാനിക്കുന്നുണ്ട്. Then can you say another one? What about 6? 6ന്റെ ഫസ്റ്റ് പവർ 6. 6 സ്ക്വയർ, 6ന്റെ സെക്കൻഡ് പവർ 36. 6 ക്യൂബ്, 6 ക്യൂബ് ഫസ്റ്റ് പവർ 6, സെക്കൻഡ് പവർ 36. Then 36 into 6. 6 into 6, 36. Then 3. 3 into 6, 18. 18 plus 3, 21. 260. Then fourth power, 6ന്റെ ഫോർത്ത് പവർ here into 6. 6 into 6, 36. Then 3. 1 into 6, 6 plus 3, 9. Then 2 into 6, 12. So 1, 2, 9, 6. ഇപ്പോൾ ഇവിടുന്ന് എന്താ കണ്ടത്? പവേഴ്സ് ഓഫ് 6 എന്താണ് വരുന്നത്? 6ൽ തന്നെയാണ് അവസാനിക്കുന്നത് അല്ലേ? 6ന്റെ എല്ലാ പവേഴ്സ് എടുത്താലും അത് എന്തിലാണ് അവസാനിക്കുക? 6ൽ. അല്ലെങ്കിൽ ദ ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് എവരി പവർ ഓഫ് 6 ഈസ് 6. ഓക്കെ, 6ന്റെ എല്ലാ പവറുകളും കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റും എന്ത് തന്നെയാണ്? 6 തന്നെയാണ്. അല്ലെങ്കിൽ 6ലാണ് പവേഴ്സ് ഓഫ് 6 അവസാനിക്കുന്നത്. ഓക്കെ, ഇനി വേറെ ഏതെങ്കിലും നമ്പർ ഉണ്ടോ സെയിം നമ്പറിൽ അവസാനിക്കുന്നത്? യെസ്, വെരി ഈസി. പവേഴ്സ് ഓഫ് 1. 1ന്റെ ഫസ്റ്റ് പവർ 1 അല്ലേ? ദെൻ 1 സ്ക്വയർ ഈസ് ഓൾസോ 1. 1 ക്യൂബ്, ദിസ് ഈസ് ഓൾസോ 1. ഇപ്പോൾ 1ന്റെ എല്ലാ പവേഴ്സും എന്ത് തന്നെയാണ്?
1 തന്നെയാണ്. അപ്പോൾ 1ൻ്റെ പവേഴ്സും എന്താണ്? ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയാനില്ല, കാരണം 1ൻ്റെ എല്ലാ പവേഴ്സും എന്തുതന്നെയാണ്? 1 തന്നെയാണ്. അപ്പോൾ 1ൻ്റെ പവേഴ്സും എന്തിലാണ് അവസാനിക്കുന്നത്? 1ൽ, അല്ലെങ്കിൽ അതിലെ ഡിജിറ്റുകൾ പവേഴ്സ് കണ്ടാൽ ഡിജിറ്റ് എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. ഓക്കെ. The next, what about 4? 4ൻ്റെ പവേഴ്സ്, 4ൻ്റെ ഫസ്റ്റ് പവർ എന്താണ്? 4ൻ്റെ ഫസ്റ്റ് പവർ 4. 4 സ്ക്വയർ 16. 4 ക്യൂബ് 4 16. The next 16 into 4. 6 into 4 24. Then 2. 1 into 4 4. 4 plus 2 6. So 64. The next 4 raised to 4. Here again 4. 4 into 4 16. Then 1. 4 into 6 24 plus 1 25. This is 256. Then 4 raised to 5. 4 in the fifth power. Here again we can multiply by 4. 4 into 6 24. Then 2. 4 into 5 20. 20 plus 2 22. Again 2. 2 into 4 8. 8 plus 2 10. It is 1024. Then 4 raised to 6. 1024 into 4. 4 into 4 16. Then 1. 2 into 4 8. 8 plus 1 9. 4 into 0 0. 1 into 4 4. 4096. അപ്പോൾ ഇങ്ങനെ നമ്മൾ 4ൻ്റെ പവേഴ്സ് എഴുതിയിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് പവർ 4, സെക്കൻഡ് പവർ 16, തേർഡ് പവർ 64, ഫോർത്ത് പവർ 256, ദെൻ 1024, നെക്സ്റ്റ് 4096. അപ്പം ഇതിൽ 4ൻ്റെ പവേഴ്സ് ഇപ്പം ഈ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലൊക്കെ സെയിം നമ്പറിൽ തന്നെയാണ് അവസാനിച്ചിരുന്നത് അല്ലേ. ഇപ്പോൾ 10ൻ്റെ ആണെങ്കിൽ 0 അല്ലേ, 5ൻ്റെ പവേഴ്സൊക്കെ 5ലാണ് അവസാനിക്കുന്നത്, 6ൻ്റെ പവേഴ്സ് 6ൽ, 1ൻ്റെ പവേഴ്സൊക്കെ 1 തന്നെയായിരുന്നു. ദെൻ 4ൻ്റെ പവേഴ്സ് നമ്മൾ കണ്ടപ്പോൾ 1 3 അതേപോലെ 5 അങ്ങനെയുള്ള നമ്പേഴ്സ് വന്നപ്പോൾ അത് വൺസ് പ്ലേസിൽ അല്ലെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് എന്ത് വന്നിട്ടുണ്ട്? 4. ഇനി 4 സ്ക്വയർ, 4 raised to 4, 4 raised to 6 ഇങ്ങനെയുള്ള നമ്പേഴ്സ് പവറായിട്ട് വന്നപ്പോൾ ആ നമ്പേഴ്സ് അവസാനിക്കുന്നത് എന്തില്ല, അല്ലെങ്കിൽ വൺസ് പ്ലേസിലെ ഡിജിറ്റ് ഓർ ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്? 6 ആണ്. അപ്പോൾ എന്താ അതിൻ്റെ പ്രത്യേകത? 4ൻ്റെ പവേഴ്സും അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റും. ക്യാൻ യു സേ? യെസ്, 4ൻ്റെ പവേഴ്സിൽ പവേഴ്സ് അല്ലെങ്കിൽ എക്സ്പോണൻസ് ഓഡ് നമ്പേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ അല്ലേ, 4ൻ്റെ പവേഴ്സ് അല്ലെങ്കിൽ 4ൽ വരുന്ന എക്സ്പോണൻസ് ഓഡ് നമ്പേഴ്സ് ആണ് വരുന്നതെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്? 4. ഇനി ഈ പവേഴ്സ് ഈവൻ ആയിട്ടാണ് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ എക്സ്പോണൻസ് നമ്മൾ എഴുതുന്ന എക്സ്പോണൻസുകൾ 2, 4, 6 ഇതൊക്കെ വന്നപ്പോൾ എന്താണ്? ഈവൻ നമ്പേഴ്സ് ആണ്. അപ്പോൾ അതിൻ്റെ പവേഴ്സ് ആ വരുന്ന 4ൻ്റെ പവേഴ്സ് 2, 4, 6 എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന എക്സ്പോണൻസ് വരുന്ന പവേഴ്സ് എന്തിലാണ് അവസാനിച്ചത്? 6ൽ. ഓക്കെ, അപ്പോൾ 6 ഇവിടെ വന്നിട്ടുണ്ട്, 4 raised to 4 256 വന്നിട്ടുണ്ട്, 4 raised to 6 4096 ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം പവേഴ്സ് ഈവൻ നമ്പേഴ്സ് വരികയാണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്? 6, അല്ലെങ്കിൽ 4ൻ്റെ പവേഴ്സ് 6ലാണ് അവസാനിക്കുന്നത്. ഇനി എക്സ്പോണൻസ് അല്ലെങ്കിൽ പവേഴ്സ് ഓഡ് നമ്പേഴ്സ് ആണ് വരുന്നതെങ്കിൽ എന്തിലാണ് അത് അവസാനിക്കുക?
4ൽ, അല്ലെങ്കിൽ 1 3 5 എന്നൊക്കെ വന്നപ്പോൾ ഇവിടെ നോക്കുക എന്തിൽ അവസാനിച്ചിട്ടുണ്ട്? 4ൽ, അല്ലെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്? 4 ആണ്. അപ്പോൾ ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ 4, ഈവൻ നമ്പേഴ്സ് വരുമ്പോൾ 6. ഓക്കെ. ഫോർ റേസ് ടു 51 ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പം ഇതിലെ ഈ 4 റേസ് ടു 51 അല്ലെങ്കിൽ 4ൻ്റെ 51st അല്ലെങ്കിൽ 51ാമത്തെ പവർ നമ്മൾ കാണുകയാണെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്താ വരിക? ഈ വാല്യൂൻ്റെ 4 റേസ് ടു 51 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ ഈ കിട്ടുന്ന വാല്യൂൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് അല്ലെങ്കിൽ വൺസ് പ്ലേസിലെ ഡിജിറ്റ് എന്താ വരിക? ഈ പവർ നോക്കിയാൽ മതി. പവർ എന്താ? 51. 51 ഓഡ് നമ്പർ ആണോ ഈവൻ നമ്പർ ആണോ? ഓഡ് നമ്പർ ആണ് അല്ലേ? ഓഡ് നമ്പർ ആണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് എന്തിൽ അവസാനിക്കുക? 4ൽ അവസാനിക്കും. ദെൻ 4 റേസ് ടു 250 ചോദിച്ചിട്ടുണ്ടെങ്കിലോ 250 എന്ന് പറയുന്നത് എന്ത് നമ്പറാണ്? ഈവൻ നമ്പറാണ്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ്, ഈ പവറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് അല്ലെങ്കിൽ ഈ പവർ ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 6. ഈവൻ നമ്പർ ആകുമ്പോൾ 6. 4 റേസ് ടു 1 4, 4 റേസ് ടു 2 16. ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്കറിയാം ഫസ്റ്റ് പവർ 4, സെക്കൻഡ് പവർ 16. അപ്പോൾ ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ 4ലാണ് അവസാനിക്കുക, അല്ലെങ്കിൽ ആ പവറിൻ്റെ അല്ലെങ്കിൽ ആ പവർ ചെയ്ത് കിട്ടുന്ന ആൻസറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 4 ആയിരിക്കും. ഈവൻ നമ്പർ ആണെങ്കിൽ, ഓഡ് നമ്പർ ആണെങ്കിൽ 4 ആയിരിക്കും, ഈവൻ നമ്പർ ആണെങ്കിൽ 6 ആയിരിക്കും. ഓക്കെ. Next, let us check the powers of 2. 2ൻ്റെ പവേഴ്സ് ഒന്ന് നോക്കാം. സോ 2ൻ്റെ ഫസ്റ്റ് പവർ എന്താണ്? 2 അല്ലേ? 2 സ്ക്വയർ 4, 2 ക്യൂബ് 2 into 2 into 2, 4 into 2 8. The next 2 raised to 4 16, 2 raised to 5 32, 2 raised to 6 32 into 2 64, 2 raised to 7 64 into 2 128, 2 raised to 8 128ൻ്റെ ഡബിൾ 256 അല്ലേ? അങ്ങനെ പോകുന്നുണ്ട് പവേഴ്സ്. 2 റേസ് ടു 1 അല്ലെങ്കിൽ 2ൻ്റെ ഫസ്റ്റ് പവർ 2 തന്നെയാണ്. 2 സ്ക്വയർ 4, 2 ക്യൂബ് 8, 2 റേസ് ടു 4 16. ഇനി 2 റേസ് ടു 5 ആയപ്പോൾ 32, 2 റേസ് ടു 6 64, 2 റേസ് ടു 7 128, 2 റേസ് ടു 8 256. ഇപ്പം ഇതുവരെ 2 4 8 16 ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നോക്കാം ഇവിടെ ലാസ്റ്റ് ഡിജിറ്റുകൾ ഏതൊക്കെയാണ് വരുന്നത്? 2, then 4, 2 4 8 16 അല്ലേ? ഇനി 2ൻ്റെ 5th പവർ അല്ലെങ്കിൽ 2 റേസ് ടു 5ൻ്റെ വാല്യൂ എന്താണ്? 32 ആണ്. അപ്പോൾ ഇതിലും ലാസ്റ്റ് ഡിജിറ്റ് എന്താവുന്നത്? 2 ആണ് അല്ലേ? അപ്പോൾ ഈ കേസിൽ ഇവിടെയും 2ഉം ദെൻ 2 റേസ് ടു 6, 2ൻ്റെ 6th പവർ എന്താണ്? 64. അപ്പോൾ അത് എന്തിലാണ് അവസാനിച്ചത്? 4ൽ. ദെൻ 2 റേസ് ടു 7, അതായത് 2ൻ്റെ 7th പവർ എന്തിലാണ് വരുന്നത്? 8. ദെൻ നെക്സ്റ്റ് 6. ഓക്കെ. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ വരി നോക്കുക. 2 റേസ് ടു 1, 2 സ്ക്വയർ, 2 ക്യൂബ്, 2 റേസ് ടു 4. ഇതിൻ്റെയൊക്കെ പവേഴ്സ് 2 4 8 16. അപ്പോൾ ഇവിടെ 16 ആയതുകൊണ്ട് നമ്മൾ 6ൽ അവസാനിക്കുന്നുണ്ട്. ഇനി ഇവിടെ 32 2ൽ, 64 ആകുമ്പോൾ 4ൽ, 128 ആകുമ്പോൾ 8ൽ, ദെൻ 256 ആകുമ്പോൾ 6ൽ. ഇപ്പോൾ 1 2 3 4 4 കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യാണ്? റിപ്പീറ്റ് ചെയ്യാണ് അല്ലേ? 4 കഴിഞ്ഞു വീണ്ടും റിപ്പീറ്റ് ചെയ്തു. ദെൻ 8 വന്നപ്പോൾ 256 വന്നു, അത് 6ൽ അവസാനിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇനി അടുത്ത പേര് വരാം. ഇവിടെ 9 10 11 12. അപ്പോൾ
2ൻ്റെ 9th പവർ, 10th പവർ, 11th പവർ, 12th പവർ. അപ്പം ഇങ്ങനെ വരുമ്പോഴും ഇവിടെ എന്താ വരിക? ഫസ്റ്റ് 2ൽ അവസാനിക്കും, 4ൽ, 8ൽ, ദെൻ 6ൽ. അതായത് 2ൻ്റെ 9th പവർ 2ൽ, 2ൻ്റെ 10th പവർ 4ൽ, 11th പവർ 8ൽ അവസാനിക്കും, 12th പവർ 6ൽ അവസാനിക്കും. ഓക്കെ, അപ്പോൾ 4 കഴിഞ്ഞിട്ടാണ് അവിടെ റിപ്പീറ്റേഷൻ വരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് കണ്ടെത്താം? ടു, 4, 8, 6 ഈ 4 ഡിജിറ്റിലാണ് 2ൻ്റെ പവേഴ്സ് അവസാനിക്കുന്നത് അല്ലേ? അല്ലെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റുകൾ 2ൻ്റെ പവറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റുകൾ വരുന്നത് 2ൽ, 4ൽ, 8ൽ, 6ൽ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ഇപ്പം 2^20 2^20 എടുത്താൽ ഈ 2^20 എന്ന പവർ നമ്മൾ കണ്ടെത്തിയാൽ ഇതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തിലാണ് അവസാനിക്കുക? സോറി, ആ പവർ എന്തിലാണ് അവസാനിക്കുക? അല്ലെങ്കിൽ ആ നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? 20നെ ജസ്റ്റ് നമുക്ക് 4 × 5 എന്ന് എഴുതാം അല്ലേ? ഈ പവറിലുള്ള 20 അല്ലെങ്കിൽ എക്സ്പോണൻറ്റ് 20 എന്ന് പറഞ്ഞത് 4ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് അതിൻ്റെ റിമൈൻഡർ എന്താ വരിക? 0. റിമൈൻഡർ 0 വന്നാൽ നമുക്ക് എടുക്കാം. ഈ 2^20 കണ്ടെത്തിയാൽ ആ കിട്ടുന്ന വാല്യൂവിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 6 ആയിരിക്കും. അല്ലെങ്കിൽ ആ നമ്പർ അവസാനിക്കുന്നത് ഏത് നമ്പറിലായിരിക്കും? 6ൽ. ഓക്കെ, ഇനി 2^20ക്ക് പകരം വേറെ നമ്പർ എടുത്തു. ഇപ്പം 24 എടുത്തു. 24 എടുത്താലോ ഇത് 4 × 6 എന്ന് എഴുതാം അല്ലേ? അപ്പോഴും റിമൈൻഡർ എന്താ? 0 ആണ്. ഇനി 2^31 എടുത്തു. 2^31 എടുത്താൽ ഈ 31നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടുക? എത്ര പ്രാവശ്യം വരും 31? 7. 7 × 4 28. ബാക്കി ഇവിടെ എന്ത് വരുന്നുണ്ട്? 3. ഇപ്പോൾ റിമൈൻഡർ 3 വന്നാൽ ഏതിലാണ് അവസാനിക്കുക? 8ൽ. ഓക്കെ, ഇനി റിമൈൻഡർ 1 വന്നാലോ 2ൽ അവസാനിക്കും. റിമൈൻഡർ 1 വരുന്നൊരു കേസ് നോക്കാം. ഇപ്പോൾ 2^5 എടുത്തു. 2^5 എടുത്താൽ നമ്മൾ 5നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര വരിക? 1 × 4 4, റിമൈൻഡർ 1 അല്ലേ? നമ്മൾ നേരത്തെ 2^5ൻ്റെ വാല്യൂ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? 32. 2^4 നമ്മൾ എഴുതിയിരുന്നു, ഓർമ്മല്ലേ? 2 എന്ന് പറഞ്ഞാൽ 2^1 2 ആണ്, 2^2 4, 2^3 8, 2^4 16, 2^5 എന്തായിരുന്നു? 32. അപ്പോൾ എന്തിലാണ് അവസാനിച്ചത്? 2ലാണ് അവസാനിച്ചത് അല്ലേ? അപ്പോൾ നമ്മൾ 2^5 32 എന്ന് പറഞ്ഞത് പവർ എന്തിലാണ് അവസാനിക്കുന്നത്? 2ൽ. 2^5 നമ്മൾ ഈ പവർ അല്ലെങ്കിൽ എക്സ്പോണൻറ്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. എന്തുകൊണ്ടാണ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കാരണം? ഇവിടെ 4 ഡിജിറ്റ് കഴിഞ്ഞാൽ പിന്നെ 5ാമത് വീണ്ടും എന്ത് ചെയ്യുന്നു? 2, 4, 8, 6 പറഞ്ഞിട്ടാണ് വരുന്നത് അല്ലേ? അപ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. റിമൈൻഡർ എന്ത് കിട്ടി? 1. അപ്പോൾ റിമൈൻഡർ 1 കിട്ടുകയാണെങ്കിൽ ആ 2ൻ്റെ പവർ അല്ലെങ്കിൽ എന്തിലാണ് അവസാനിക്കുക? 2ൽ അവസാനിക്കും. ഇനി റിമൈൻഡർ 2 കിട്ടിയാലോ 4ൽ അവസാനിക്കും. റിമൈൻഡർ 3 കിട്ടിയാൽ 8ലാണ് അവസാനിക്കുക. പിന്നെ റിമൈൻഡർ 4 എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ റിമൈൻഡർ എന്താ വരിക? 0. റിമൈൻഡർ 0ലാണ് അവസാനിക്കുന്നതെങ്കിൽ ആ 2ൻ്റെ പവർ എന്തിലാണ് അവസാനിക്കുക? 6ൽ. ഓക്കെ, ഇപ്പോൾ ലാസ്റ്റ് ഡിജിറ്റുകൾ 2, 4, 8, 6. ദെൻ 2^100 ആയല്ലോ. 2ൻ്റെ 100th പവർ നമ്മൾ കാണുകയാണെങ്കിൽ ആ നമ്പർ അല്ലെങ്കിൽ ആ നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് അല്ലെങ്കിൽ ആ നമ്പർ ഏതിലാവും അവസാനിക്കുക? ഈ 100ൻ്റെ പ്രത്യേകത എന്താ? 4ൻ്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ? 100 ഈസ് 4 × 25. അപ്പോൾ ഇവിടെ റിമൈൻഡർ എന്താ?
റിമൈൻഡർ 0 ആണ്. റിമൈൻഡർ 0 വന്നിട്ടുണ്ടെങ്കിൽ ഈ വാല്യൂ 2^100 എന്ന് പറഞ്ഞ വാല്യൂ ഏത് ഡിജിറ്റിലാണ് അവസാനിക്കുക? 6ൽ അവസാനിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഇതിൻ്റെ വാല്യൂൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 6 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 55 ഒരു പ്രോജക്റ്റ് പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ഡിജിറ്റ് അതിൽ ചെക്ക് ദ ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് ദി പവേഴ്സ് ഓഫ് അതർ സിംഗിൾ ഡിജിറ്റ് നമ്പേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ബാക്കിയുള്ള സിംഗിൾ ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ പവേഴ്സ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ടുഡേയ്സ് ക്ലാസ് ഈസ് ഓവർ. താങ്ക് യു.